ഇയാൾക്ക് അസുഖം കൂടുന്നത് കൊണ്ട് തന്നെ റാമിന്റെ അടുത്ത് പോലും കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കണ്ട പയ്യനും ഫീലായി. എന്താ അച്ഛ ആദ്യത്തെ പോലെ എന്നോട് സംസാരിക്കാത്തത്, കഥകൾ പറഞ്ഞു ഉറക്കാത്തത് എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബോധം കെട്ട് നിലത്ത് വീണു. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും ഇയാളുടെ കണ്ടീഷൻ നല്ലോണം മോശമാണ്, കീമോ ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഇരുത്തിയ സ്ഥലത്ത് മകനെ കാണാനില്ല. എല്ലായിടത്തും തിരഞ്ഞു നോക്കിയാൽ ഐസിയുവിന്റെ അകത്ത് അച്ഛനുള്ളത് ഒരു ചെയറിൽ കയറി ഏന്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടറും മകന്റെ അടുത്ത് ഇത് പെട്ടെന്ന് പറയുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഇപ്പോ വീട്ടിലേക്ക് പോയി. അവന് ഫുഡ് കൊടുത്താൽ പോലും കഴിക്കുന്നില്ല. അച്ഛൻ വീട്ടിലേക്ക് വന്നാൽ മാത്രമേ അത് കഴിക്കൂ എന്ന് പറഞ്ഞ് കരഞ്ഞു കൊണ്ടുപോയി കിടന്നുറങ്ങി. ഇയാളും ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരുമ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ സീല് വെച്ച് പൂട്ടിയിട്ടുണ്ട്. സ്കൂളിനെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ട വൈഫും, നീ ഇപ്പോ വിഷമിക്കേണ്ടത് സ്കൂളിനെ കുറിച്ച് ഓർത്തല്ല, മകനെ പറ്റിയാണെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെത്തിയത് മകനെ ചീത്ത പറയാൻ തുടങ്ങി. ഞാൻ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് വരാൻ 5 ദിവസമോ ചിലപ്പോ 10 അല്ലെങ്കിൽ അതിന്റെ മേലെയാകും, അതുവരേക്കും നീ ഒന്നും കഴിക്കാതിരിക്കുമോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യൻ എന്തോ വിക്കി പറയാൻ വന്നു. എന്താ നീ പറയുന്നത്, ശരിക്കും പറ എന്ന് പറഞ്ഞതും, നിങ്ങൾക്ക് അസുഖമായത് കൊണ്ടല്ല ആശുപത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയത്, ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ എനിക്കും അസുഖം വരും, അപ്പൊ നിങ്ങളുടെ കൂടെ ആശുപത്രിയിൽ വന്ന് എനിക്കും അഡ്മിറ്റ് ആകാമെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോവാ അച്ഛ എന്ന് പറഞ്ഞു. ഇത് കേട്ട അയാൾക്ക് നല്ല സങ്കടം വന്നു. ഇപ്പൊ മോന് ഫുഡ് വാരി കൊടുത്തോണ്ടിരിക്കുകയാണ്. മകനോട് അയാൾ മരിക്കാൻ പോകുന്ന കാര്യം എങ്ങനെങ്കിലും പറയണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അയാൾക്ക് അവനോട് പറയാൻ തന്നെ ധൈര്യമില്ല. പൂട്ടിയ സ്കൂൾ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ കാണാൻ വേണ്ടി പോയി. കഥ പോലെ സ്റ്റുഡൻസിനെ മനസ്സിലാക്കിക്കുന്നത് പോലെ സ്കൂളിലും പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അയാളുടെ ഐഡിയ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഥ എന്നത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് മാത്രമാണ്, അതും പഠിത്തവും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചു. ട്യൂഷന് വന്ന പിള്ളേർക്ക് ഞാൻ കഥ പോലെയാണ് എല്ലാം പറഞ്ഞു കൊടുത്തത്. ആവറേജ് ആയ പിള്ളേർ ഇപ്പോൾ ടോപ്പേഴ്സ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയും 2 ദിവസത്തിനുള്ളിൽ ഒരു കൾച്ചറൽ ഈവന്റ് നടക്കുന്നുണ്ട്, അതിൽ നിങ്ങളുടെ പ്രസന്റേഷൻ ഒരു കഥ പോലെ പറയൂ, അത് സ്റ്റുഡൻസിന് മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞയച്ചു.